2019 ഒരു കഥ നരേറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു സ്ക്രീൻ പ്ലേ ആയിട്ടാണ് വന്നത്, എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ, സെയിം റഫ് ഓർഡർ. പക്ഷെ അതിനകത്ത് ഒരു മൊമെന്റ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അപ്പൊ ഞാൻ ഷാരിസിനോട് പറഞ്ഞു, ഷാരിസ്, ഈ മൊമെന്റ് വെച്ചിട്ട് എനിക്ക് എൻ്റെ ഒരു ട്രീറ്റ്മെന്റ് എഴുതിയാൽ കൊള്ളാം എന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു സ്ക്രീൻ പ്ലേ ഉണ്ടാക്കി. അപ്പോൾ ഷാരിസിനോട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി. എനിക്ക് 2019 തന്നെ നിവിനുമായിട്ട് ഞങ്ങൾ ചർച്ച തുടങ്ങിയതാണ്. പിന്നെ ഈ പറയുന്ന പോലെ സിനിമയാണ്, അത് സംഭവിക്കേണ്ട ഒരു സമയം വരും. ഈ സിനിമ അപ്രതീക്ഷിതമായിട്ട് നിവിന് അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ നിവിന് ഞാനും കൂടി എടുത്തൊരു തീരുമാനം, 100 ദിവസം ഷൂട്ട് ചെയ്യുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിയുന്നു. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ നിങ്ങളിലേക്ക്, പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ വിഷു, സ്കൂൾ അടയ്ക്കുന്ന പീരീഡാണ്. അപ്പോൾ തന്നെ ഇലക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആകസ്മികത അതിനകത്തുണ്ട്, കോയിൻസിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്കത് കോയിൻസിഡൻസ് ആയിട്ട് തോന്നുന്നത്.